Good day, dear students. So, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തേർഡ് മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടാണ് സ്റ്റാർട്ടിങ് ഫ്രം വെർച്വൽ മെമ്മറി. അതാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ സാധാരണഗതിയിൽ നമുക്കറിയാം നമ്മുടെ പ്രോസസ്സുകൾ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എവിടെ കൊണ്ടുവരണം? മെമ്മറിയിലേക്ക് കൊണ്ടുവരണം അല്ലേ? മെയിൻ മെമ്മറിയിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മുടെ പ്രോസസ്സുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ മെയിൻ മെമ്മറിയേക്കാൾ വലിയ ഒരു പ്രോസസ്സാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ഉള്ളതെങ്കിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുമോ സാധാരണഗതിയിൽ? ഇല്ല. കാരണം എപ്പോഴും പ്രോസസ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സ്മോളർ ദാൻ മെമ്മറി, എന്നാലേ നമുക്ക് മെമ്മറി കൊണ്ടുപോയി പ്ലേസ് ചെയ്യാനായിട്ട് വയ്ക്കുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ മെയിൻ മെമ്മറിയേക്കാൾ ഫിസിക്കൽ മെമ്മറിയേക്കാൾ വലിയ പ്രോസസ്സിനെയും എക്സിക്യൂട്ട് ചെയ്യാൻ അലൗ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യിക്കുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ആസ് വെർച്വൽ മെമ്മറി. Okay, virtual memory is a technique that allows the execution of processes that may not be completely in memory. ഓക്കെ, അപ്പോൾ വെർച്വൽ മെമ്മറി എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ്. എന്താണ് ചെയ്യുന്നതിൻ്റെ അകത്ത്? ഒരു പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ നടത്തും, പക്ഷേ എങ്ങനെയുള്ളതാണ്? ഓക്കെ, എങ്ങനെ ഉള്ള പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ നടത്തുന്നത്? മെമ്മറിയിൽ കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാത്ത പ്രോസസ്സുകളുടെ വരെ എക്സിക്യൂഷൻ നടത്താൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന വെർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇറ്റ് അലൗസ് ദ എക്സിക്യൂഷൻ ഓഫ് പ്രോസസ്സസ് ദാറ്റ് മെ നോട്ട് ബി കംപ്ലീറ്റ്ലി ഇൻ മെമ്മറി. അപ്പോൾ നമ്മളെപ്പോഴും പഠിച്ചിരിക്കുന്നത് എങ്ങനെയായിരുന്നു? പ്രോസസ്സുകളുടെ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന് ആദ്യം തന്നെ കൊണ്ടുവന്ന് എവിടെ വയ്ക്കണം? മെമ്മറിയിൽ പ്ലേസ് ചെയ്യണം എന്നായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് മെമ്മറിയിൽ ഇല്ലെങ്കിലും അതിൻ്റെ എക്സിക്യൂഷനെ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് വെർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ദ പ്രോഗ്രാംസ് ക്യാൻ ബി ലാർജർ ദാൻ ഫിസിക്കൽ മെമ്മറി. ഫിസിക്കൽ മെമ്മറിയേക്കാൾ വലുതായിട്ടുള്ള പ്രോഗ്രാംസിനെ വരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ വെർച്വൽ മെമ്മറി ടെക്നിക്ക് വഴി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, വെർച്വൽ മെമ്മറി അബ്സ്ട്രാക്ട്സ് മെയിൻ മെമ്മറി ഇൻ ടു എ ലാർജ് uniform array of storage, separating logical memory as viewed by the user from the physical memory. അതായത് വെർച്വൽ മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സാധാരണ ഉള്ള മെമ്മറിയേക്കാൾ ഫിസിക്കൽ മെമ്മറിയേക്കാൾ വലിയൊരു മെമ്മറി ഉണ്ട് എന്നൊരു ഫീലിംഗ് യൂസറിന് കൊടുക്കുന്ന ടെക്നിക്കാണ് വെർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പം വെർച്വൽ മെമ്മറി എന്ത് ചെയ്യും? മറച്ചു പിടിക്കും. എന്തിനാണ് മറച്ചു പിടിക്കുന്നത്? മെയിൻ മെമ്മറീനെ മറച്ചു പിടിക്കും. എന്നിട്ട് എന്തായിട്ട് കാണിക്കും? ഒരു എക്സ്ട്രീംലി ലാർജും അതേപോലെ യൂണിഫോമും ആയിട്ടുള്ള ഒരു അറേ ഓഫ് സ്റ്റോറേജ് ആയിട്ട് മെയിൻ മെമ്മറീനെ കാണിക്കും. ഓക്കെ, അതാണ് വെർച്വൽ മെമ്മറി ചെയ്യുന്നത്. അപ്പോൾ വെർച്വൽ മെമ്മറിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് മേക്സ് ദ ടാസ്ക് ഓഫ് പ്രോഗ്രാമിംഗ് ഈസിയർ. കാരണം എന്താണ്? ബിക്കോസ് ദിസ് ടെക്നിക് ഫ്രീസ് പ്രോഗ്രാമേഴ്സ് ഫ്രം ദ കൺസേൺസ് ഓഫ് മെമ്മറി സ്റ്റോറേജ് ലിമിറ്റേഷൻ. കാരണം ഇവിടെ എന്താണ്? മെമ്മറി സ്റ്റോറേജിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്ന പ്രശ്നം ഇവിടെ വരുന്നില്ല. കാരണം വെർച്വൽ മെമ്മറിയിലൂടെ നമുക്ക് ഫിസിക്കൽ മെമ്മറിയേക്കാൾ വലിയ പ്രോഗ്രാംസിനെ വരെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ വെർച്വൽ മെമ്മറി എന്ത് ചെയ്യും? ഷെയർ ഫയൽസ് ആൻഡ് അഡ്രസ് സ്പേസ്. അഡ്രസ് സ്പേസും അതേപോലെ ഫയൽസും ഈസിലി ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ്. അതേപോലെ തന്നെ ഒരു പ്രോസസ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസം കൂടെ ഈ ഒരു വെർച്വൽ മെമ്മറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി വെർച്വൽ മെമ്മറിയുടെ ഫിഗർ ഞാനിവിടെ കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആക്ച്വൽ ഫിസിക്കൽ മെമ്മറി. നമ്മുടെ ഫിസിക്കൽ മെമ്മറിയുടെ സൈസ് ഇത്രയേ ഉള്ളൂ. പക്ഷേ നമ്മുടെ വെർച്വൽ മെമ്മറി എത്രയുണ്ടെന്ന് നോക്കൂ, അതിനേക്കാൾ വലുതാണ്. അപ്പം ഈ വെർച്വൽ മെമ്മറി ആയിരിക്കും യൂസർ എപ്പോഴും കാണുന്നത്. ഓക്കെ, എന്നിട്ട് ഒരു മാപ്പിംഗ് വഴി, ഒരു മെമ്മറി മാപ്പിംഗ് വഴി ഈ വെർച്വൽ മെമ്മറിനെയും ഫിസിക്കൽ മെമ്മറിനെയും തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇത് ഒരു ബാക്കിംഗ് സ്റ്റോറാണ്. ഫിസിക്കൽ മെമ്മറി അല്ല, നമ്മൾ ബാക്കിംഗ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാപ്പിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബാക്കിംഗ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ പഠിച്ച സാധനമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ യൂസർ കാണുന്നത് എപ്പോഴും ഈ വെർച്വൽ മെമ്മറി ആയിരിക്കും. പക്ഷേ ശരിക്കും ഫിസിക്കൽ മെമ്മറിക്ക് ഇത്രയും സൈസ് ഉണ്ടോ? ഇല്ല. ഫിസിക്കൽ മെമ്മറിയുടെ സൈസ് ഇത്രയും ഇല്ല ആക്ച്വലി. ഓക്കെ, അപ്പം ഈ ഫിസിക്കൽ മെമ്മറിയും വെർച്വൽ മെമ്മറിയുടെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആളാണ് മെമ്മറി മാപ്പ്. ഈ മെമ്മറി മാപ്പിംഗ് വഴിയാണ് വെർച്വൽ മെമ്മറിനെയും ഫിസിക്കൽ മെമ്മറിനെയും തമ്മിൽ മാപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഒരു വെർച്വൽ മെമ്മറി എങ്ങനെയാണ് ഫിസിക്കൽ മെമ്മറിയേക്കാൾ ലാർജ് ആയിരിക്കുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഈ വെർച്വൽ മെമ്മറി എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും
എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം വെർച്വൽ മെമ്മറി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഡിമാൻഡ് പേജിങ് എന്ന് പറയുന്നത്. ഡിമാൻഡ് പേജിങ് എന്ന് പറയുമ്പോൾ ആ പേര് പോലെ തന്നെ എന്താണ്, ഒരു റിലേറ്റഡ് ടു പേജിങ് ആണ്, അല്ലെങ്കിൽ സിമിലർ ടു പേജിങ് ആണ്. പക്ഷേ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതൊരു പേജിങ് സിസ്റ്റമാണ് വിത്ത് സ്വാപ്പിംഗ്. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് പേജിങ് എന്ന് പറയുന്നത് സിമിലർ ടു പേജിങ് സിസ്റ്റം വിത്ത് സ്വാപ്പിംഗ് ആണ്. ഓക്കെ, അപ്പോൾ പ്രോസസ്സ് റിസൈഡ്സ് ഓൺ സെക്കൻഡറി മെമ്മറി. അപ്പോൾ സാധാരണ ഇതിൽ പ്രോസസ്സുകൾ എവിടെയാണ് നിൽക്കുന്നത്? സെക്കൻഡറി മെമ്മറിയിലാണ്. ഓക്കെ, പ്രോസസ്സ് റിസൈഡ്സ് ഇൻ സെക്കൻഡറി മെമ്മറി. എന്നിട്ട് സാധാരണഗതിയിൽ നമ്മുടെ പ്രോസസ്സ് നിൽക്കുന്നത് സെക്കൻഡറി മെമ്മറിയിലാണ്. ഇനി എപ്പോഴാണോ എക്സിക്യൂഷന് ആവശ്യമായിട്ട് വരുന്നത് ആ ടൈമിൽ എന്ത് ചെയ്യും, അതിനെ മെമ്മറിയിലേക്ക് സ്വാപ്പ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ ഇവിടുത്തെ നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ? എപ്പോഴാണ് എക്സിക്യൂഷന് വേണ്ടി എടുക്കുന്നത് ആ സമയത്ത് കൊണ്ടുവരും തന്നെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ? മെമ്മറിയിലേക്ക് കൊണ്ടുവരും. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻറ്റയർ പ്രോസസ്സ് മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം ഇവിടെ എന്താ ചെയ്യുന്നത്, ഒരു ലേസി സ്വാപ്പർ. സാധാരണ സ്വാപ്പിംഗ് എന്ന് പറയുന്നത്, സാധാരണ സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹോൾ പ്രോസസ്സിനെ കൊണ്ടുവരുന്ന കാര്യത്തിനാണ് അല്ലേ? ഒരു ഫുൾ പ്രോസസ്സിനെ തന്നെ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലേസി സ്വാപ്പറാണ്. ലേസി സ്വാപ്പർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിനെ മൊത്തത്തിലല്ല കൊണ്ടുവരുന്ന കാര്യം പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? കുറച്ച് പേജസ് മാത്രമേ കൊണ്ടുവരുള്ളൂ. കാരണം എന്താണ്? കാരണം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വെർച്വൽ എന്ന് പറയുന്ന മെത്തേഡാണ്. അതിൻ്റെ അകത്ത് എന്താണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? വെർച്വൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഹോൾ പ്രോസസ്സിനെ മുഴുവൻ നമ്മൾ മെമ്മറിയിലേക്ക് കൊണ്ടുവരില്ല. അതിൽ ഏറ്റവും ആവശ്യമുള്ള ഡിമാൻഡഡ് പേജസ്, ഇപ്പം എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ പ്രോസസ്സിൻ്റെ പേജസ് ഏതൊക്കെയാണോ അത് മാത്രമേ നമ്മൾ മെമ്മറിയിലേക്ക് കൊണ്ടുവരുള്ളൂ യൂസിങ് അ ലേസി സ്വാപ്പർ. ഓക്കെ, അപ്പോൾ ലേസി സ്വാപ്പർ, അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഇതിൽ നമുക്ക് വലിയ പ്രോസസ്സുകളെയും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, എക്സിക്യൂഷൻ ചെയ്യേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഹോൾ പ്രോസസ്സിനെ നമ്മൾ എന്ത് ചെയ്യും, മെമ്മറിയിലേക്ക് കൊണ്ടുവരും ഡിസ്കിൽ നിന്ന്, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു വെർച്വൽ മെമ്മറിയുടെ കേസിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹോൾ പ്രോസസ്സിനെ നമ്മൾ കൊണ്ടുവരില്ല. പകരം ഒരു പ്രോസസ്സ് എടുത്തിട്ട് ആ പ്രോസസ്സിൽ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ, പ്രോസസ്സിന് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ ഏതൊക്കെ പേജസ് ആണോ, ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കുറേ പേജസ് ചേർന്നായിരിക്കുമല്ലോ, നമ്മൾ പഠിച്ചതാണ് പേജിങ്ങിൽ. അപ്പോൾ ചിലപ്പോൾ ഒരു 5 പേജസ് ചേർന്നതായിരിക്കും ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. സപ്പോസ് ഇപ്പോൾ എക്സിക്യൂഷൻ 5 പേജിൻ്റെ ആവശ്യമില്ല, ആദ്യത്തെ 2 പേജ് വെച്ച് തന്നെ നമുക്ക് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ലേസി സ്വാപ്പർ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 2 പേജസ്, ദേ ആർ ദ ഡിമാൻഡഡ് പേജസ്, ആ പേജസിനെ നമ്മൾ മെമ്മറിയിലേക്ക് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ലേസി സ്വാപ്പർ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഡിമാൻഡ് പേജിങ്ങിൽ നമ്മൾ സ്വാപ്പർ എന്ന് പറയുന്ന പേരല്ല നമ്മൾ യൂസ് ചെയ്യാറ്. കാരണം നോർമലി സ്വാപ്പർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എൻറ്റയർ പ്രോസസ്സിനെ സ്വാപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് സ്വാപ്പർ, അല്ലെങ്കിൽ ആളാണ് സ്വാപ്പർ എന്ന് പറയുന്നത്. സോ നമ്മൾ പറയുന്നത് പേജർ എന്ന് പറയുന്ന ടേമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പേജർ എന്ത് ചെയ്യും, പേജർ സ്വാപ്സ് ഓൺലി ദ റിക്വയർഡ് പേജസ് ഓഫ് എ പ്രോസസ്. അപ്പോൾ പേജറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, പ്രോസസ്സിനെ മൊത്തത്തിൽ കൊണ്ടുവരില്ല, പകരം റിക്വയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള പേജസിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എക്സിക്യൂഷന് വേണ്ടി നമ്മൾ കൊണ്ടുവരും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്കൊരു ഫിഗർ കാണാം. ഇതിൽ ഇതാണ് ഒരു നമ്മൾ ഡിസ്ക് സ്പേസിൽ നിന്ന് നമ്മൾ പേജസിനെ സ്വാപ്പിനും സ്വാപ്പ് ഔട്ടും ചെയ്യുന്ന സ്വാപ്പറിൻ്റെ ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്കറിയണമല്ലോ, നമ്മൾ പറഞ്ഞു കുറച്ച് പേജസിനെയാണ് കൊണ്ടുവരണു എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തറിയണം, ഏതൊക്കെ പേജസാണ് ഇപ്പോൾ ഓൾറെഡി പ്രോസസ്സിന് കൊണ്ടുവന്നിരിക്കുന്നത്, ഏതൊക്കെ പ്രോസസ്സാണ് ഡിസ്കിൽ കിടക്കുന്നത് നമുക്ക് അറിയാനുള്ള എന്തെങ്കിലും വഴി വേണം അല്ലേ? ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ച് 5 പേജസ് ഉള്ളൊരു പ്രോസസ്സ് ആണെങ്കിൽ അതിൽ 2 എണ്ണം മാത്രമേ നമ്മൾ കൊണ്ടുവരുന്നുള്ളൂ എന്ന് പറയണു. അപ്പോൾ ഈ 2 എണ്ണം ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ പേജസാണ് ഈ 2 എണ്ണം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്, ഏതൊക്കെ പേജസാണ് ഡിസ്കിൽ കിടക്കുന്നത് എന്നൊക്കെ അറിയാനുള്ള എന്തെങ്കിലും ഒരു ഹാർഡ്വെയർ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെക്കാനിസം വേണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഒരു വാലിഡ് ഇൻവാലിഡ് ബിറ്റ് എന്ന് പറയുന്ന സ്കീം.
ഓക്കെ, ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഓരോ പേജിനും അസോസിയേറ്റ് ചെയ്ത് ഒരു ബിറ്റ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ആ ബിറ്റ് ഇപ്പോൾ വാലിഡ് എന്നാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് ആ പേജ് എന്ന് പറയുന്നത് അത് ലീഗലുമാണ്, അത് മെമ്മറിയിലുമാണ്. ഓക്കെ, ഇനി അതല്ല, ഇനി ആ ബിറ്റ് നമ്മൾ പറഞ്ഞ ആ പേജുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ബിറ്റ് ഇൻവാലിഡ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ആ പേജ് ഐദർ അത് വാലിഡേ അല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പേജ് ആ പേജിൽ പറയുന്ന അഡ്രസ്സേ ഇല്ല, അതല്ലെങ്കിൽ അത് വാലിഡ് ആണ് പക്ഷേ അത് കറൻ്റ്ലി എവിടെയാണുള്ളത്, അത് ഡിസ്കിലാണുള്ളത്. ഓക്കെ, അതായത് മെമ്മറിയിൽ ഇപ്പം ഇല്ല. അപ്പോൾ ഇൻവാലിഡ് എന്ന് ആണ് ബിറ്റ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന്, ആ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സ്, ആ പേജിൽ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ലോജിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത് പുറത്താണ്, ഈ പ്രോസസ്സിൽ ഉൾപ്പെട്ടതല്ല. അതല്ലെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് പേജ് ഈസ് വാലിഡ് ബട്ട് അത് എവിടെയാണുള്ളത്, മെമ്മറിയിലല്ല, അത് ഡിസ്കിലാണ്. അപ്പോൾ ബിറ്റ് വാലിഡ് എന്നാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് ആ പേജ് ലീഗലും ആണ്, അതായത് വാലിഡും ആണ്, അതിൻ്റെ കൂടെ തന്നെ അത് മെമ്മറിയിലും ആണ്. ഇനി ഇൻവാലിഡ് എന്നാണെങ്കിൽ ദാറ്റ് മീൻസ് ആ പേജ് ഐദർ നോട്ട് വാലിഡ് അല്ലെങ്കിൽ ആ പേജ് ഈസ് വാലിഡ് ബട്ട് ഇറ്റ് ഈസ് കറൻ്റ്ലി ഓൺ ദ ഡിസ്ക്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് the page table entry for a page that is brought into memory is set as usual, but the page table entry for a page that is not currently in memory is either marked invalid or contains the address of the page on disk. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്കൊരു പേജ് ടേബിൾ ഉണ്ട് അല്ലേ, നമുക്കൊരു പേജ് ടേബിളാണ് ഉള്ളത്. ആ പേജ് ടേബിളിൽ നമ്മളൊരു പേജിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എന്താ ചെയ്യാറ്, ആ പേജിലേക്ക് നമ്മൾ അതിനെ വാലിഡ് എന്ന് പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. ഇനി വാലിഡ് ആണെന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ അത് മെമ്മറിയിലുണ്ട് ആ പേജ്. ഓക്കെ, ഇനി മെമ്മറിയിൽ ഇല്ലാത്ത പേജിനെ ആണെങ്കിൽ ആ പേജിന് കറസ്പോണ്ടിങ് ആയിട്ട് പേജ് ടേബിളിൽ എങ്ങനെയായിരിക്കും എൻട്രി കൊടുക്കുക, അതിന് കൊടുക്കുന്നത് ഇൻവാലിഡ് എന്നായിരിക്കും. ഓക്കെ, അത് മെമ്മറിയിൽ ഇല്ലാതിരിക്കുകയും അതിൻ്റെ കൂടെ ആ പേജ് വാലിഡും അല്ലെങ്കിൽ അതിന് ഇൻവാലിഡ് എന്ന് കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഡിസ്കിലാണ്, സപ്പോസ് ആ പേജ് മെമ്മറിയിലില്ല പക്ഷേ ഡിസ്കിലുണ്ടെങ്കിൽ അതിൻ്റെ അപ്പോൾ എന്താ, ആ സാധനം വാലിഡാണ് പക്ഷേ നമ്മുടെ കയ്യിലില്ല എന്ന് മാത്രമേ ഉള്ളൂ, പകരം അത് എവിടെ ഇരിപ്പുണ്ട്, അത് ഡിസ്കിലിരിപ്പുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ആ ഡിസ്കിൽ ആ പേജ് എവിടെയാണോ ഇരിക്കുന്നത് ആ അഡ്രസ്സായിരിക്കും നമ്മൾ ഈ പേജ് ടേബിളിൽ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, പറഞ്ഞത് മനസ്സിലായോ? നമുക്കൊരു പേജ് ടേബിൾ ഉണ്ട്, അതിൽ ഓരോ പേജിനും ഓരോ എൻട്രി ഉണ്ട്. അപ്പോൾ പേജ് മെമ്മറിയിലുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ, അവിടെ നമ്മൾ വാലിഡ് എന്ന് എഴുതി വയ്ക്കും, സെറ്റ് ചെയ്ത് വെക്കും. ഇനി ഇൻവാലിഡ് എന്ന് എപ്പോഴാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്, മെമ്മറിയിലില്ല പക്ഷേ എവിടെയില്ല, ഡിസ്കിലും ഇല്ല, ആ പേജ് ഇൻവാലിഡ് ആണ് അല്ലെങ്കിൽ ആ പേജ് ലീഗൽ അല്ല. അങ്ങനെയുള്ള കേസിൽ അതിനെ നമ്മൾ ഇൻവാലിഡ് എന്ന് സെറ്റ് ചെയ്ത് വെക്കും. ഇനി അത് പേജ് ഡിസ്കിലാണുള്ളതെങ്കിലോ, ആ പേജ് ഡിസ്കിലുണ്ടെങ്കിൽ ആ പേജ് ഡിസ്കിൽ എവിടെയാണോ കിടക്കുന്നത് ആ അഡ്രസ്സായിരിക്കും നമ്മളിവിടെ ഈ പേജ് ടേബിളിൽ നമ്മൾ എൻ്റർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇതാണ് ഈ കൊടുത്തിരിക്കുന്ന പേജ് ടേബിളിൻ്റെ വാലിഡ് ഓർ ഇൻവാലിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്. ഫ്രെയിം 0 എ എന്ന് പറയുന്നതാണ്. എ എന്ന് പറയുന്ന ഒരു പേജാണ്. ആ എ എന്ന് പറയുന്ന പേജ് എവിടെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഫ്രെയിം 4 ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രെയിം 4 എ എന്ന് പറയുന്ന ആ പേജുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഈ മെമ്മറിയിൽ കിടക്കുന്നതെല്ലാം എന്താണ്, ഇൻവാലിഡ് എന്ന, മെമ്മറിയിൽ ഇല്ലാത്ത എല്ലാത്തിനെയും നമ്മൾ ഇൻവാലിഡ് എന്നാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇത് പേജ് ടേബിൾ ഏറ്റവും സിമ്പിൾ ഇംപ്ലിമെൻറ്റേഷനാണ്. ദാറ്റ് ഈസ് പേജസ് മെമ്മറിയിലുള്ളതിനെ നമ്മൾ വാലിഡ് എന്ന് ബിറ്റ് സെറ്റ് ചെയ്ത് വെക്കും. ഇനി അതല്ല, മെമ്മറിയിൽ ഇല്ലാത്ത എല്ലാത്തിനെയും നമ്മൾ എന്ത് സെറ്റ് ചെയ്ത് വെക്കും, നമ്മൾ മെമ്മറിയിൽ ഇൻവാലിഡ് എന്ന് പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഇനിയുള്ളത് ഒരു പേജ് ഫോൾട്ടിനെ പറ്റി പഠിക്കാനുള്ള ടോപ്പിക്കാണ്. അത് കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കുമാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് വെർച്വൽ മെമ്മറി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. വെർച്വൽ മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മെമ്മറിയേക്കാൾ കൂടുതൽ മെമ്മറി ഉണ്ട് എന്ന് നമ്മൾ യൂസറിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മെക്കാനിസമാണ് അല്ലെങ്കിൽ ടെക്നിക്കാണ് വെർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, അത് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ വെർച്വൽ മെമ്മറി ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചു. അതിനെയാണ് നമ്മൾ ഡിമാൻഡ് പേജിങ് എന്ന് പറയുന്നത്. ഡിമാൻഡ് പേജിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് മൊത്തത്തിലെ പ്രോസസ്സിനെല്ലാം നമ്മൾ സ്വാപ്പ് ചെയ്യുന്നത് ആ പ്രോസസ്സിൻ്റെ ഉള്ളിലെ പേജസിലെ ആവശ്യമുള്ള പേജസിനെ മാത്രം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ എടുത്തുകൊണ്ട് വരുന്ന പരിപാടിയാണ് നമ്മൾ ഡിമാൻഡ് പേജിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഹാർഡ്വെയർ സപ്പോർട്ട് അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്ന് കാണിക്കാൻ വേണ്ടി നമ്മളൊരു വാലിഡ് ഇൻവാലിഡ് ബിറ്റ് സ്കീമിനെ പറ്റി പറഞ്ഞു. അതിൻ്റെ ഒരു ഫിഗറും നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് ഇന്ന് എടുക്കുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.